ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി 800 ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ വീല് ജാമാണ്. അപ്പോൾ അതെന്താണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് നോക്കാം. ബാക്ക് വീലിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഹബ്ബ് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ലൈനർ ഇതിനകത്ത് ഇളകി കിടന്നാണ്. അപ്പോൾ ഈ സൈഡിലെ ലൈനർ പൂർണ്ണമായിട്ട് വെള്ളം കയറിയതാണ്. വെള്ളം കയറിയിട്ട് പൊടിയും കൂടെ പിടിച്ചിട്ട് ലൈനർ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നു. അങ്ങനെ കസ്റ്റമർ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്ന അവസരത്തിൽ പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ നോക്കിയാൽ വീല് സ്റ്റക്കായി. പിന്നെ വണ്ടി എടുത്ത സമയത്ത് വീല് ഫ്രീ ആയി, പക്ഷേ ലൈനർ ഇളകിപ്പോയി. ലൈനർ ഇളകി ഇതിനകത്ത് കിടന്നിട്ട് ഹബ്ബ് സ്റ്റക്കായി. അങ്ങനെ വീല് ഉരുളാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതിനാണ് പറയുന്നത് ബ്രേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓയിൽ ചേഞ്ചിൽ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്ററൊക്കെ ബ്രേക്ക് 4 ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത് ഫുള്ള് വെള്ളം കയറിയിട്ട് അങ്ങനെ ജാമായിട്ട് ലൈനർ ഇളകിപ്പോയതാണ്. ഈ സൈഡിലെ ലൈനർ ഇളകിയിട്ട് ഇതിനകത്ത് കിടന്നിട്ട് ഹബ്ബേ കയറി പിടിച്ച് എൻ്റെ പാടാണ് ഈ കാണുന്നത്. ജാമായിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ലൈനർ കിടന്നിരുന്നത്. ഇത് ഇളകിപ്പോയിട്ട് ജാമായി. അതായത് ഇത് ഇളകിപ്പോയിട്ട് ഈ സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഹബ്ബുമായിട്ട് കോൺടാക്റ്റ് ആകും. ഹബ്ബുമായിട്ട് കോൺടാക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് വീല് ജാമാവാൻ തുടങ്ങും. വീല് ഉരുളാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സിലിണ്ടറിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ബൂട്ട് ശകലം ഇളകി കിടപ്പുണ്ട്, അത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഈ ലൈനർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലൈനർ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ലൈനർ 2 ടൈപ്പ് ലൈനറാണ് വരുന്നത്. ഒന്ന് ഈ ഒരു ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, ഒന്ന് സ്ക്രൂ ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈനർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് വരുന്നത് ഈ ഒരു ടൈപ്പ് ലൈനറായിരിക്കും വരുന്നത്. അതായത് KBS ടൈപ്പ്, TBS ടൈപ്പ്, അങ്ങനെ 2 ടൈപ്പ് ലൈനറായിരിക്കും വരുന്നത്. 2 ലൈനറിന് വ്യത്യാസം കാണും. ഒന്ന് സ്ക്രൂ ടൈപ്പാണ്, അതായത് നമ്മൾ സ്ക്രൂ ടൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലൈനറായിരിക്കും. ഒന്ന് ഇതേപോലെ റൗണ്ട് ടൈപ്പിൽ ലോക്ക് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ലൈനർ അഴിക്കാനായിട്ട് നമുക്ക് ഈ 2 ലോക്കാണ് ആദ്യം അഴിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഈ ഹോളിലോട്ട് കറക്റ്റ് തിരിക്കുക. ഓൾറെഡി തുരുമ്പും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡും ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ തന്നെ സെൻട്രലായിട്ട് കറക്റ്റായിട്ട് പിന്നെ ഊരി വരുന്നതായിരിക്കും. ഈ തുരുമ്പായതുകൊണ്ടാണ് ഒരു ശകലം പാട് വരുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലൈനറാണ് ഇളക്കേണ്ടത്. ലൈനർ ഇളക്കാനായിട്ട് ജസ്റ്റ് ഇതിൽ ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈനർ ഫ്രീ ആവും. ഈ സ്പ്രിങ് നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ താഴെ വരുന്ന സ്പ്രിങ് വരുന്നത്. താഴെ മുകളിലും സ്പ്രിങ്ങിന് വ്യത്യാസമുണ്ട്. ഇത് വലിയ സ്പ്രിങ് ആയിരിക്കും മുകളിൽ വരുന്നത്, താഴെ ചെറിയ സ്പ്രിങ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗം, ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സ്പ്രിങ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ സ്പ്രിങ്. ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ ഹോള് ഇങ്ങനെയായിരിക്കും അറ്റാച്ചായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പ്രിങ് ഊരിയെടുക്കാം. ഈ സ്പ്രിങ് ഇതാണ് ഇതിൻ്റെ മുകളിൽ വരുന്ന സ്പ്രിങ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത്. ഇത് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഹോളിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ബാക്കി ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഈ സ്പ്രിങ്ങിനെ ഒന്ന് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കും ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്കും ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗം നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. സ്ക്രൂ ടൈപ്പ് വരുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് വേറെ രീതിയിലായിരിക്കും. സ്ക്രൂ പോലത്തെ ടൈപ്പിലായിരിക്കും വരുന്നത്. അതിൻ്റെ ത്രെഡ് നമ്മൾ ക്ലീൻ ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. ജാമാണ്. ഇതും അതേപോലെ തന്നെയാണ്. ഇത് ജാം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് പെട്രോൾ ക്ലീൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് നല്ല ഫ്രീ ആക്കി ഗ്രീസ് ചെയ്ത് എടുക്കേണ്ടത്. ഇത് സ്റ്റക്ക് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഈ സ്റ്റക്കൊക്കെ മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനർ വരുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വന്നിട്ട് പുതിയ ലൈനറിൽ കാണില്ല. അപ്പോൾ നമുക്ക് ഇത് ഊരി പഴയ ലൈനർ ഇടേണ്ടതാണ്, പുതിയ ലൈനറിൽ ഇടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കി വെക്കുക. അതായത് നമ്മൾ ഇത് അഴിച്ചിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആ സൈഡിലേക്ക് പോകും. അപ്പോൾ അത് അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഈ പിന്ന് ഊരുക. ഈ പിന്ന് ഊരി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരി. ഇത് ഓൾറെഡി വെൽഡിംഗ് റാഡ് വളച്ച് വെച്ചേക്കുന്ന പിന്നാണ്. അപ്പോൾ ഈ പിന്ന് ഊരിയെടുക്കുക. ഈ പിന്ന് ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ വാഷർ മുകളിൽ ഓൾറെഡി ഇത് പൊട്ടിപ്പോയി, തുരുമ്പ് പിടിച്ച് പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്.
ഈ വാഷർ ഇതിൻ്റെ മുകളിൽ വരുന്നതാണ്. ഈ വാഷർ ഇട്ടിട്ടാണ് ഇതിൻ്റെ പിന്ന് ഇതിനകത്ത് ഇടേണ്ടത്. ഈ 2 വാഷർ വരുന്നത് ജസ്റ്റ് ഊരിയിടുക. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഈ ബൂട്ട് കറക്റ്റായിട്ട് കയറ്റി ഇടുക. ഈ ബൂട്ട് കറക്റ്റ് കയറി വീണില്ല എന്നുണ്ടെങ്കിൽ പൊടി ഇതിനകത്ത് കയറി വീഴാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ സിലിണ്ടർ ജാമാകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇവിടെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ സ്റ്റക്കാണോ എന്ന് വലിച്ചു നോക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നമ്മൾ ഓയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന പൊടിയും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റർ, അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ പൊടി കാര്യങ്ങൾ എല്ലാം ബാക്കിയുള്ള തുരുമ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റർ നമ്മൾ ഫുള്ളായിട്ട് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലും ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് മുകളിലോട്ട് ഫ്രീ ആയത് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ മുകളിലോട്ട് തള്ളി പിടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫ്രീ ആയിരിക്കണം വരേണ്ടത്. അതായത് ഈ ഒരു ഫ്രീ നല്ല രീതിയിൽ വരണം. അതായത് ഈ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ മൂവ്മെൻറ്റ് ആവുന്നതാണ്. അതായത് ഇത് നമ്മൾ ബാക്കിലോട്ട് ഫുള്ള് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരു ഫ്രീ എപ്പോഴും ഇതിന് വേണം. ഈ ഒരു ആംഗിളിലുള്ള മൂവ്മെൻറ്റ്. ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയും. ഇത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആവേണ്ടതും ആണ്. അപ്പോൾ ഇതിനകത്ത് അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുക. നല്ലതുപോലെ ഓയിൽ ചെയ്യുക. നമ്മൾ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ലൈനർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ബാക്കിൽ ഇടുക. ഒരു 3 ത്രെഡ് 2 ത്രെഡ് ആ ഒരു അളവിൽ കറക്റ്റായിട്ട് ബാക്കിലോട്ട് ഇടുക. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ബാക്കിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ പുതിയ പിന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ലൈനർ വരുന്നത്. പുതിയ ലൈനറിൽ നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുതിയ ലൈനറാണ്. ബാക്കിയുള്ള സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലൈനറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ഹുക്കാണ് കയറ്റിയിടേണ്ടത് ലിവറിൻ്റെ. അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രിങ്ങിനെ ബാക്കിലോട്ട് പുള്ളി ചെയ്യുക. ബാക്കിലോട്ട് പുള്ളി ചെയ്തതിന് ശേഷം ഇത് കയറ്റിയിടുക. ഇത് കയറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഇടേണ്ടത് ഇനി ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന സ്പ്രിങ്ങും അതിൻ്റെ അഡ്ജസ്റ്റുമാണ് ഇടേണ്ടത്. അപ്പോൾ അതിടാനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. നേരത്തെ ഇത് തിരിഞ്ഞായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ കാരണം ഇത് ഇവിടെ ഇട്ടാൽ മാത്രമേ ഇവിടെ തട്ടാതെ ഇരിക്കത്തുള്ളൂ. നമ്മൾ വലിയ ഭാഗം ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വന്നിട്ട് തട്ടും. അപ്പോൾ ഈ ചെറിയ ഹുക്ക് വരുന്നത് ഈ ഭാഗത്താണ് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ ഇത് ഈ ഹുക്കിലായിട്ട് കയറ്റിയിടുക. ജസ്റ്റ് ഈ ഹോളിൽ കയറ്റിയിടുക. അതിനുശേഷം ഇതിൽ കയറ്റിയിടുക. ഇതിൽ കയറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഇതിനെ വലിച്ചിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഈ ഒരു ആംഗിളിൽ ലോക്കായിട്ട് ഇരിക്കും. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ്ങാണ് ആദ്യം ഇടേണ്ടത്. ആ സ്പ്രിങ് ജസ്റ്റ് ഇതിലൂടെ കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം ഈ ലൈനർ ഈ ഹോളിലായിട്ട് കയറ്റിയിടുക. ഓക്കെ, കയറ്റിയതിന് ശേഷം ഈ ഭാഗമാണ് ഇവിടെ വന്ന് ലോക്ക് ആവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് വലിക്കുക, കയറ്റിയിടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് കയറ്റിയിടുന്നത്. ഇനി നമുക്ക് ഇത് സിലിണ്ടറിനകത്തായിട്ട് കയറ്റിയിടണം. ജസ്റ്റ് ആ ഹോള് കറക്റ്റായിട്ട് വെട്ട് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ രണ്ടും കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലോക്കാണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബാക്കിൽ കൂടെ നമ്മൾ കറക്റ്റ് ആ പിന്ന് കയറ്റിയിടുക. പിന്ന് കയറ്റിയിട്ടതിന് ശേഷം ഈ പ്ലേറ്റ് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് നിർത്തുക. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിച്ചിട്ട് ഈ വെട്ട് കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ്ങാണ് ഇടേണ്ടത്. ജസ്റ്റ് ഈ സ്പ്രിങ് ഹുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതും ഹുക്ക് ചെയ്യുക. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ ഹോളിലായിട്ട് കറക്റ്റ് കയറി വീഴും. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ലോക്കാണ്. ഹോളിൽ കറക്റ്റായിട്ട് നമ്മൾ കയറ്റിയിട്ടതിന് ശേഷം ഈ ലോക്ക് കറക്റ്റ് സെൻറ്റർ ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക. അപ്പോൾ ഈ ഭാഗം ലോക്കായിട്ടുണ്ട്, ഈ ഭാഗവും ലോക്കായിട്ടുണ്ട്. കറക്റ്റായിട്ട് നോക്കുക സെൻറ്ററിലാണെന്ന്. ഈ സ്പ്രിങ് കയറി കിടപ്പുണ്ടെന്ന് നോക്കുക, ഈ സ്പ്രിങ് കയറി കിടപ്പുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതും, അതുപോലെ തന്നെ താഴത്തെ സ്പ്രിങ്ങും കറക്റ്റാണോ കയറി കിടക്കുന്നതെന്ന് നോക്കുക. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും കറക്റ്റ് ലോക്കിലാണോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ലൈനർ സെറ്റ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഹബ്ബ് ക്ലീൻ ചെയ്തിട്ട് ബെയറിംഗൊക്കെ അടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ് നോക്കണം. അതുപോലെ തന്നെ ബ്രേക്ക് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഈ ഒരു ആംഗിളായിരിക്കും. ഇത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ലൈനർ കൂടും. അതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് താഴോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ലൈനർ അടുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ബ്രേക്ക് കുറയ്ക്കാനും കൂട്ടാനും സഹായിക്കുന്നത് ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രം കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് എത്രയും ഫ്രീയിലാണ് ഇടേണ്ടത്, എത്ര ഗാഡിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ട് ഹബ്ബ് മൊത്തം അഴുക്കും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ ബെയറിങ്ങിനും ഓടക്കുണ്ട്, 2 ബെയറിങ്ങിനും ഓടക്കുണ്ട്. അപ്പോൾ ബെയറിങ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ബെയറിങ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അഴിച്ചെടുക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ നടുക്കൊരു കോണ് വരും. ഈ കോണിനൊരു പൊസിഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ട് നോക്കി വെച്ചാൽ മാത്രം മതി. ഒരു ബെയറിങ് ഇങ്ങോട്ടും വരും, അതുപോലെ തന്നെ ഒരു ബെയറിങ് നമുക്ക് പുറത്തോട്ടും ഊരിയെടുക്കാനായിട്ട് സാധിക്കും. 2 സൈസ് ബെയറിങ്ങാണ് വരുന്നത്. നമ്മളിപ്പോൾ പുതിയ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. 2 സൈഡിലും പുതിയ ബെയറിങ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഏകദേശം ഒരു 4-5 ത്രെഡിന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലൈനർ എക്സ്പാൻഡ് ആവും, ബ്രേക്ക് കൂടും. താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈനർ ബ്രേക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്രം ഇടുന്നതിന് മുമ്പ് ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക, ഈ വെട്ട് കറക്റ്റാണോ നോക്കുക, ഇനി സ്പ്രിങ് ഇടുക. അതുപോലെ തന്നെ ഈ പിസ്റ്റൻ്റെ ലോക്ക് കറക്റ്റാണോ നോക്കുക, ആ വെട്ടിൽ തന്നെയാണോ ലൈനർ കയറി കിടക്കുന്നത്, 2 സൈഡും നോക്കുക. ഇനി നമുക്ക് ഡ്രം ഇടാം. ഈ ഒരു ഫ്രീ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ വേണം. നമ്മൾ കറക്കുമ്പോൾ ലൈനർ ഒരയുന്ന ചെറിയൊരു സൗണ്ട് കേൾക്കാം. ആ ഒരു ഫ്രീ എപ്പോഴും വേണം ഡ്രമ്മിന്. അപ്പോൾ ഇങ്ങനെയാണ് മാരുതി 800ൻ്റെ ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുന്നത്. വീഡിയോയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. മാരുതി 800 ആണ് വണ്ടി. അപ്പോൾ ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഒത്തിരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ലൈനർ സ്റ്റക്കാവും. ലൈനർ സ്റ്റക്കായി കഴിഞ്ഞാൽ ലൈനർ പെട്ടെന്ന് തേരിഞ്ഞു പോകാനും ഹബ്ബ് കയറി പിടിക്കാനുമുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നട്ട് ഇടുക, വാഷർ ഇടുക, നട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് മാരുതി 800ൻ്റെ ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.